വളരെ എളുപ്പത്തിലും ഹെൽത്തി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റാഗി സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റാഗിയിൽ ഒരുപാട് അയൺ കണ്ടൻറ്റും ഫൈബർ കണ്ടൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ വെയിറ്റ് ലോസിന് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഒരു 1/4 കപ്പ് റാഗി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 തവണ കഴുകി എടുത്തിട്ട് വരാം. അതിൽ കൂടുതൽ കഴിക്കാനും നല്ലതാണ്, കാരണം റാഗിയിൽ കുറേ അഴുക്കുകൾ കാണാറുണ്ട്. അത് നമുക്ക് കഴുകി എടുത്തിട്ട് വന്നിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമുക്ക് അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പ വെച്ച് കൊടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു തവണയാണ് അരിച്ചെടുത്തത്. ഇതിലെ പാലെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിച്ചെടുത്ത ആ ഇതുണ്ടല്ലോ റാഗിയുടെ തൊലി, അതൊന്നുകൂടെ അരച്ചെടുക്കാം. രണ്ടാമത് അരച്ചെടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാം ആ ജ്യൂസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും, ആ പാലിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ 2 തവണ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഈ പാലെടുത്തില്ലേ അതൊന്നും കൂടെ അരിച്ചെടുക്കാം കേട്ടോ. കാരണം കണ്ടോ അതിൻ്റെ അടിയിൽ പോയി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ തരികളുണ്ടാവും. അപ്പോൾ അത് ഒന്നുകൂടെ നൈസായിട്ടുള്ള അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ അരിച്ച് വെച്ച റാഗിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേ ഇതിൽ ബൗളിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൈയെടുക്കാതെ ഇളക്കണം. നന്നായി ഒന്ന് കുറുകി, കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കുറുക്കിൻ്റെ പരുവമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ലൂസാണ്. ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആവും. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആവുന്നവരെ വേവിക്കണം. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്തുകൊണ്ടാണ് 3/4 ടീസ്പൂൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള 2 ഏലക്കർ ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കൽക്കണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ ടൈറ്റാണ്, ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റുന്ന സമയത്ത് ഒന്ന് അരിച്ചു കൊടുക്കേണ്ടി വരും, കാരണം അതിൻ്റെ തരി ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുതിർന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്ത് കുടിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാട്ടോ. പിന്നെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് റാഗി ക്യാരറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും. അത്രയും ടേസ്റ്റാണ് ഇതിന്. പിന്നെ നിങ്ങൾക്ക് ഈ കൽക്കണ്ടത്തിൻ്റെ പകരം ഡേറ്റ്സ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കളറിന് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഞാൻ കൽക്കണ്ടം ഇട്ട് കൊടുത്തത്. അതിന് മേലെ കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം പറയണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.